എൻ്റെ ഹസ്ബൻഡിന് പൊതുവെ കുക്കിങ്ങിനോട് കുറച്ചധികം ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ആൾ ചില സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി കിച്ചണിൽ കയറാറുണ്ട്. സ്പെഷ്യൽ ചിക്കൻ കറി, അതുപോലെ ബിരിയാണി. അതുപോലെ തന്നെ ആൾ ഫസ്റ്റ് ഒരു ബിരിയാണി ചെയ്തിട്ടാണ് കേട്ടോ എന്നെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആളുടെ ഫുഡ് അത്രയും സ്പെഷ്യൽ ആണെന്ന് ഞാൻ അറിഞ്ഞതും ആ ഒരു ബിരിയാണിയിലാണ് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ. അപ്പോൾ ഇന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ആൾക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മുന്നേ തന്നെ ഒരു സ്പെഷ്യൽ സ്നാക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിരുന്നു, ആൾക്കതൊന്നും റെഡി ആയില്ല. അപ്പോൾ റവ വെച്ചിട്ടൊരു ഐറ്റം നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. നേരെ കിച്ചണിൽ കൊണ്ടുപോയി. അങ്ങനെ റവ, മൈദ, പഞ്ചസാര, പാല്, മുട്ട, പഴം, ഏലക്ക, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് ആളൊരു ബാറ്റർ തയ്യാറാക്കി. അപ്പം അതിന് മുന്നേ തന്നെ റവയും പഞ്ചസാരയും ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏലക്കയും പഴവും മുട്ടയും പാലും കൂടി ഒന്നുകൂടി ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ റവയുടെ മിക്സിയിലേക്ക് അതൊഴിക്കുക. ഒരു നുള്ളു ഉപ്പിടും, ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു ഫോമായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസും കാഷ്യൂനും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. നമ്മുടെ ഈ മിക്സ് ചെയ്തിട്ടുള്ള ഈ ബാറ്ററിയിൽ നിന്ന് ഓരോ തവി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം മുട്ട ചേർത്തത് കൊണ്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഇത് നമുക്ക് ടൈം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും മോനും ഓരോ കമൻ്റൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളിവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ഹസ്ബൻഡൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കണ്ടിക്കാൻ എന്ത് രസമല്ലേ.